സന്ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മൾ ഇതാ വളരെ വ്യക്തമായി നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടാൻ ആഗ്രഹിക്കുകയാണ്. വിശ്വസിക്കുന്നവരൊന്ന് കൈയടിച്ച് പരിശുദ്ധാത്മാവിന് നന്ദി പറഞ്ഞ് ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടാൻ ആഗ്രഹിക്കുകയാണ്. ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന് നിന്റെ മേൽ ഇടപെടാൻ ആഗ്രഹം ഉണ്ട്. പറഞ്ഞേ ആമേൻ, ആമേൻ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുത്തേ, പരിശുദ്ധാത്മാവിന് നിന്നിൽ ഇടപെടാൻ ആഗ്രഹമുണ്ട്. പറഞ്ഞു കൊടുത്തേ, പരിശുദ്ധാത്മാവിന് നിന്നിൽ ഇടപെടാൻ ആഗ്രഹമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ശ്രദ്ധിച്ചേ, ഒരു നല്ല ഒന്നാന്തരം വചനം ഈ വിഷയത്തോട് ചേർന്ന് ശ്രദ്ധിക്കേണ്ട ഒരു വചനമുണ്ട്. അത് സങ്കീർത്തന പുസ്തകം 77-ാം അധ്യായം അതിൻ്റെ 10-ാം തിരുവചനമാണ്. ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 77 വേഴ്സ് 10. പറ്റുമെങ്കിൽ നോട്ട് ബുക്കിലൊക്കെ വചനങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കണം. കാരണം നമ്മളിത് വെറുതെ കേട്ടുകൊണ്ട് പോയാൽ പോരാ, മറിച്ച് ഇത് നമ്മൾ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ അതിനോട് സഹകരിക്കണം, വചനം പഠിക്കണം. സങ്കീർത്തനം ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 77 77 വചനം 10 നല്ല വചനമാണ്, കേൾക്കാം. അത്യുന്നതന്റെ ശക്തി പ്രകടമാകാത്തതാണ് എന്റെ ദുഃഖ കാരണം എന്ന് ഞാൻ പറഞ്ഞു. കണ്ടോ, അത്യുന്നതന്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖ കാരണം എന്ന് ഞാൻ പറഞ്ഞു. ആര് പറഞ്ഞു? ദാവീദ് രാജാവ് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് വേണ്ടി എഴുതി വച്ചിരിക്കുന്നൊരു കാര്യമാണ്. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ഓർക്കണം, ഇന്ന് ഏതെങ്കിലും വിഷയത്തിൽ നിനക്ക് ദുഃഖമുണ്ടെങ്കിൽ ആ ദുഃഖത്തിനൊരു കാരണമുണ്ട്. ഇല്ലേ? ഉണ്ടെന്ന്. നമുക്കെല്ലാവർക്കും ചില ദുഃഖങ്ങളുണ്ട്. ആ ദുഃഖത്തിന് ചില കാരണങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ്, ദുഃഖത്തിന് നിനക്കൊരു കാരണമുണ്ട്. ഉണ്ടെന്ന്. ദുഃഖത്തിനൊരു കാരണമുണ്ട്. പക്ഷെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നൊരു കാരണമുണ്ട്. എന്തായിരിക്കും? ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സഹിക്കുന്നത്, ഇങ്ങനെ ആയതുകൊണ്ടാണ് എൻ്റെ വീട്ടിൽ ഇങ്ങനത്തെ പ്രശ്നം, ഇങ്ങനെ ആയതുകൊണ്ടാണ് എൻ്റെ ജോലിയിലെ പ്രശ്നം എന്ന് പറഞ്ഞ് നമ്മുടെ തലയ്ക്കകത്ത് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു കാരണമുണ്ട്. ഇതാണ് ദുഃഖത്തിന് കാരണമെന്നാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതും പിടിച്ചുകൊണ്ടാണ് ഒരുപക്ഷെ ഇവിടെ ഇന്ന് പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നത്, കർത്താവേ ഇതാണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം. എന്നാൽ ഇന്ന് ഈ പരിശുദ്ധ അൾത്താര നിന്നോടൊരു കാര്യം പറയുവാണ്, നിന്റെ ദുഃഖത്തിന് കാരണം നീ കണ്ടുപിടിച്ചിരിക്കുന്ന കാരണങ്ങളല്ല, അതിനും അപ്പുറം, അതുക്കും മേൽ മറ്റൊരു കാരണമുണ്ട്. അതാണ് വചനം പറയുന്നത്, അത്യുന്നതന്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖ കാരണം. ഹല്ലേലൂയാ. വലതുകരമുള്ളവരൊന്ന് വലതുകരം ഉയർത്തിപ്പിടിച്ച് ഈ വചനം നല്ല ഒച്ചത്തിലൊന്ന് പറയണേ. എൻ്റെ കൂടെ ഏറ്റു പറഞ്ഞോളൂ, അത്യുന്നതന്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖ കാരണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ എന്താണ് നമ്മുടെ ദുഃഖത്തിന്റെ കാരണമെന്ന് സങ്കീർത്തകൻ പഠിപ്പിക്കുന്നത്? അത്യുന്നതന്റെ ശക്തി പ്രകടമാകാത്തതാണ്. അത്യുന്നതന്റെ ശക്തി എന്ന് പറഞ്ഞാൽ അത് ആര്? പരിശുദ്ധാത്മാവ്, ഹോളി സ്പിരിറ്റ്. പറഞ്ഞേ, പരിശുദ്ധാത്മാവ്. എല്ലാവരും പറഞ്ഞേ, അല്പം കൂടെ ഒച്ചത്തി പറഞ്ഞേ, അല്പം കൂടെ ഒച്ചത്തി പറഞ്ഞേ. അപ്പൊ കൃത്യമാണ്. അത്യുന്നതന്റെ ശക്തി എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രകടമാകാത്തതാണ്. ആരിൽ പ്രകടമാകാത്തതാണ്? നമ്മിൽ പ്രകടമാകാത്തതാണ് നമ്മുടെ ദുഃഖത്തിന്റെ കാരണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ ഒരു ചോദ്യം, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടോ? ഉണ്ടോ? ഉണ്ടെന്ന്. പരിശുദ്ധാത്മാവ് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ഈ ഉള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്തതാണ്, നമ്മൾ അനുഭവിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ദുഃഖിക്കുന്നത്. അപ്പം ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ദുഃഖത്തിൻ്റെ കാരണങ്ങൾ അത് വീട്ടിലുള്ള ആരെങ്കിലും കുറിച്ചായിരിക്കും.
സാമ്പത്തികമായ ഒരു പ്രതിസന്ധിയെക്കുറിച്ചായിരിക്കും, ഇല്ലെങ്കിൽ ദൂരത്തുള്ള മകളെക്കുറിച്ചോ മകനെക്കുറിച്ചോ ആയിരിക്കും. അങ്ങനെ പല പല കാരണങ്ങളുണ്ടാവും. അപ്പോൾ നമ്മുടെ തലയ്ക്കകത്തൊരു ചോദ്യം, ഷെടാ ഇവിടെ പറയുന്നു പരിശുദ്ധാത്മാവിന് ശക്തി പ്രകടമാകാത്തത്, എന്നാൽ അതല്ലല്ലോ എൻ്റെ വീട്ടിൽ, അങ്ങനെയല്ലല്ലോ. അതും ഇതും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ശ്രദ്ധിച്ചേ, ഈ കാര്യം നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് അല്പം കൂടെ ഗൗരവമായിട്ടൊന്ന് സ്വീകരിച്ചാൽ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകാൻ സാധിക്കും. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും വിശ്വസിച്ചു കൊള്ളുക, ഏത് വിഷയത്തിൽ നീ ഭാരപ്പെടുന്നുണ്ടെങ്കിലും അവിടെ ഒരു ദുഃഖത്തിനൊരു കാരണമുണ്ടെങ്കിൽ ആ ദുഃഖത്തിൻ്റെ കാരണം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അനുഭവിക്കാത്തത്. ഹല്ലേലൂയാ. അപ്പൊ ദുഃഖം മാറണമെങ്കിൽ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിന്റെ ശക്തി അനുഭവിക്കുക. എക്സ്പീരിയൻസ് ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി അനുഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദുഃഖം മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. നമ്മുടെ മുമ്പിലുള്ള പ്രതിസന്ധികൾക്ക് ഉത്തരം കൃത്യമായിട്ട് കിട്ടുമെന്ന് എപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചാൽ മതി. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചാൽ ആ പ്രശ്നങ്ങൾക്ക് കൃത്യമായ ഉത്തരം കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞു കൊടുത്തേ, പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറയട്ടെ. പറഞ്ഞു കൊടുത്തേ, പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറയട്ടെ. ഹല്ലേലൂയാ. ഇനി ശ്രദ്ധിക്കൂ, ഈ പരിശുദ്ധാത്മാവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടോ? പരിശുദ്ധാത്മാവ് നമുക്ക് എല്ലാവരുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ടോ? ഉണ്ടെന്ന്. ഒരു കുഞ്ഞു വചനഭാഗം ശ്രദ്ധിച്ചേ. യോഹന്നാന്റെ ലേഖനം കേട്ടോ, യോഹന്നാന്റെ ലേഖനം 1 യോഹന്നാൻ 2-ാം അധ്യായം 20-ാം തിരുവചനം. 1 John chapter 2 verse 20. 1 യോഹന്നാൻ 2-ാം അധ്യായം 20-ാം വചനം. ബൈബിള് തുറക്കുന്നു, കണ്ടുപിടിക്കുന്നു. പരിശുദ്ധനായവൻ നിങ്ങളെ അഭിഷേകം ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ശ്രദ്ധിച്ചേ, പരിശുദ്ധനായവൻ നിങ്ങളെ അഭിഷേകം ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഹല്ലേലൂയാ. ശ്രദ്ധിച്ചേ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുവാണ്. നിന്നെ പരിശുദ്ധനായവൻ അഭിഷേകം ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്തിട്ടുണ്ടെന്ന്? അഭിഷേകം ചെയ്തിട്ടുണ്ട്. അനോയിന്റിങ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ഉള്ളിൽ സർവശക്തനായ ദൈവം തന്നിട്ടുണ്ടെന്ന്. ഈ അഭിഷേകം എന്ന് പറയുന്നത് അച്ഛന്മാർക്ക്, കന്യാസ്ത്രീമാർക്ക്, ശുശ്രൂഷകർക്ക് മാത്രമുള്ളതല്ല. ഇറ്റ് ഈസ് ഫോർ ഓൾ. ഇവിടെ ഇരിക്കുന്ന സകലർക്കും അഭിഷേകം കിട്ടിയിട്ടുള്ളവരാണ്. ഒച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ. അപ്പൊ ചിലർ ചിന്തിക്കും, അയ്യോ അങ്ങനത്തെ അനുഭവമൊന്നും എൻ്റെ ഓർമ്മയിൽ ഇല്ലല്ലോ. ഉണ്ടല്ലോ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കുന്ന ഓരോ കൂദാശകളും ഈ അഭിഷേകം നമ്മുടെ നെറ്റിയിൽ മുദ്രിതമാക്കുകയാണ്. നീ മുദ്ര വയ്ക്കപ്പെട്ട ഒരാളാണ്. മാമോദീസ സ്വീകരിച്ചപ്പോൾ നിന്റെ തലയിൽ നെറ്റിയിൽ ഇതാ മുദ്ര വയ്ക്കപ്പെട്ട വ്യക്തിയാണ്. ഹല്ലേലൂയാ. നിനക്കൊരു മാർക്ക് ദൈവം തന്നിട്ടുണ്ട്. നിന്നെ കർത്താവ് തിരഞ്ഞെടുത്തിട്ടുണ്ട്. നിന്നെ കർത്താവ് ഒരു സ്പെഷ്യൽ അനോയിന്റിങ് തന്ന് നിലനിർത്തിയിട്ടുണ്ട്. ആമേൻ, ആമേൻ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുത്ത്, നിനക്ക് അഭിഷേകമുണ്ട്, മറക്കരുത്. പറഞ്ഞോട്. അഭിഷേകം ഉണ്ടോ? നമുക്ക് സർവശക്തനായ ദൈവം തന്നിരിക്കുന്ന വലിയൊരു ഗിഫ്റ്റാണ് ഈ അഭിഷേകം. അഭിഷേകം നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ അഭിഷേകം, അതായത് പരിശുദ്ധാത്മാവിനെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ അഭിഷേകം ഏതെങ്കിലും വഴിയിൽ ചോർന്നു പോയിട്ടുണ്ടോ? പലപ്പോഴും സംഭവിക്കുന്ന കാര്യം, നമുക്ക് കിട്ടിയ അഭിഷേകം ചോർന്നു പോയത് നമ്മൾ അറിയുന്നില്ല. അതാണ് ഏറ്റവും വലിയ സങ്കടം. ഇപ്പൊ അറിഞ്ഞുകൊണ്ടാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. നമ്മുടെ വിചാരം ഇതൊന്നും പോയിട്ടില്ല, എൻ്റെ ഉള്ളിൽ ഇതെല്ലാം ഉണ്ട്. എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും, അഭിഷേകം ചോർന്നു പോയത് അറിഞ്ഞില്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം. 1-2 വചനം വായിക്കാം. എടുത്തൊന്ന് വായിച്ചേ. അത് വായിക്കുന്നത് നമ്മൾ ആദ്യം സാംസനെ കുറിച്ച് വായിക്കുകയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 20-ാം തിരുവചനം. ന്യായാധിപന്മാരുടെ പുസ്തകം, ബുക്ക് ഓഫ് ജഡ്ജസ്
ന്യായാധിപന്മാരുടെ പുസ്തകം 16 അതിന്റെ 20-ാം തിരുവചനം. ന്യായാധിപന്മാർ 16:20. അവൾ പറഞ്ഞു, ആ സാംസൺ, ഫിലിസ്ത്യർ നിന്നെ ആക്രമിക്കാൻ വരുന്നു. യെസ്. അപ്പോൾ അവൻ ഉറക്കമുണർന്നു പറഞ്ഞു, മറ്റവസരങ്ങളിൽ എന്ന പോലെ തന്നെ ഞാൻ രക്ഷപ്പെടും, ആ എന്നെ തന്നെ സ്വതന്ത്രനാക്കും. യെസ്. ഇതാണ് സാംസം പറയാണ്, ഡോണ്ട് വറി, എന്നെ ആക്രമിക്കാൻ ആര് വന്നാലും എനിക്കൊരു കുഴപ്പമില്ല. ഇതിന് മുമ്പൊക്കെ ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട്, ഇനിയും ഞാൻ രക്ഷപ്പെടും. ഇത് പറയുന്ന അവസരത്തിൽ ഈ വ്യക്തിയുടെ അഭിഷേകം പല വഴികളിൽ ചോർന്നു പോയി എന്നുള്ളത് സാംസൺ അറിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. അഭിഷേകം കിട്ടിയ വ്യക്തി, ശ്രദ്ധിച്ച ഇങ്ങോട്ട്, അഭിഷേകം കിട്ടിയ ഞാനും നീയും ജീവിതത്തിൽ ഏതെങ്കിലും വഴികളിൽ അഭിഷേകം ചോർന്നു പോയത് അറിയാതെ നമ്മൾ ഇപ്പോഴും കുഴപ്പമില്ല എന്നും പറഞ്ഞ് ജീവിക്കുന്നുണ്ടെങ്കിൽ വളരെ സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം. അതാണ് ഏറ്റവും വലിയ കുഴപ്പം, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതായത് ഉറങ്ങുന്നവനെ നമുക്ക് വിളിച്ചെഴുന്നേൽപ്പിക്കാം, പക്ഷേ ഉറക്കം നടിക്കുന്നവനെ വലിയ ബുദ്ധിമുട്ടാണ്, വലിയ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് പോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പം അഭിഷേകം നഷ്ടപ്പെട്ടു പോയി എന്ന് തിരിച്ചറിയുന്ന ഒരുത്തനെ തിരിച്ചു വരാൻ വേണ്ടി എളുപ്പമാണ്. എന്നാൽ നമ്മുടെ കുഴപ്പം എന്നാണെന്നറിയോ? നമ്മുടെ കുഴപ്പം ഇതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ ഓക്കെ 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 എന്നും പറഞ്ഞ് നടക്കും. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം പറയുന്നു അതത്ര ഓക്കെ അല്ല. നമ്മൾ ഇന്ന് ദുഃഖിക്കുന്നതിന് കാരണം ഇന്നലകളിൽ നമ്മുടെ ജീവിതത്തിലെടുത്ത ചില നിലപാടുകൾ നമ്മൾ വളരെ സൂക്ഷിക്കണം. ഹല്ലേലൂയാ. ഈ മേഖല പഠിക്കുന്നതിന് വേണ്ടി നമ്മുടെ മുമ്പിൽ 3 വചന മേഖലകൾ നമ്മൾ വെളിപ്പെടുത്തുകയാണ്. നമ്മൾ ആ മേഖലകൾ തിരിച്ചറിയാൻ പോവാണ്. അതിന് മുമ്പ് നമ്മൾ ഒരു വചനം കൊണ്ടൊന്ന് ശ്രദ്ധിച്ചോ. സാമുവേലിന്റെ 1-ാം പുസ്തകം 16-ാം അധ്യായം 14-ാം തിരുവചനം. ഫസ്റ്റ് സാമുവേൽ ചാപ്റ്റർ 16. സാമുവേലിന്റെ 1-ാം പുസ്തകം അതിന്റെ 16-ാം അധ്യായം 14-ാം തിരുവചനം. കർത്താവിന്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി. കണ്ടോ? ഒന്നും കൂടെ വായിച്ചേ, ചിലർക്ക് അത് മനസ്സിലായിട്ടില്ല. കർത്താവിന്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി. പിന്നെ പ്രിയപ്പെട്ടവരെ, ഈ സാവൂളിന്റെ ഉള്ളിൽ നിന്ന് അഭിഷേകം ചോർന്നു പോയത് അയാൾ അറിഞ്ഞില്ലെന്ന്, അയാൾ വ്യക്തി അറിഞ്ഞില്ല. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കും, അയാൾക്ക് തോന്നിയില്ലെന്ന്. അഭിഷേകം ചോർന്നു പോയത് ആ വ്യക്തിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. കാരണം ഒറ്റയടിക്കല്ല അഭിഷേകം ചോർന്നു പോകുന്നത്, പല പല പ്രവർത്തികളിലൂടെ, പല പല ദിവസങ്ങളിലൂടെയാണ് ഇങ്ങനെയുള്ള അഭിഷേകം ചോർന്നു പോകുന്നത്. ശ്രദ്ധി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-ാമത്തെ മേഖല എന്ന് പറയുന്നത്, അഭിഷേകം കിട്ടിയ നമ്മൾ അഭിഷേകത്തെ വിലയുള്ളതായി കണക്കാക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. എനിക്കും നിനക്കും അഭിഷേകമുണ്ടെന്ന് നമ്മൾ വായിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എൻ്റെ ഈ അഭിഷേകത്തിന് വിലയുണ്ട്. ഇറ്റ് ഈസ് വാല്യുബിൾ. ഇത് നിസാരപ്പെട്ട കാര്യമല്ല, ഇത് വിലയുള്ളതാണെന്ന് തിരിച്ചറിയണം. പറഞ്ഞേ ആമേൻ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, നിന്റെ അഭിഷേകത്തിന് വിലയുണ്ട്. വിലയുണ്ടെന്ന്. വിലയുള്ള അഭിഷേകം കിട്ടിയ ആള് ഉണങ്ങി ചുരുണ്ട് കൂടി ഇരിക്കരുത്, നിവർന്നിരുന്നോണം. ഇങ്ങോട്ട് നോക്കിയേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിന്റെ അഭിഷേകത്തിന് വിലയുണ്ടെന്ന്. ഇത് ചുമ്മാ കിട്ടിയതല്ലെന്ന്, ഇത് വിലയുള്ളതാണെന്ന്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം തിരുവചനം. സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 1 വേഴ്സ് 12. എന്താ അറിയാവുന്ന വചനം പറഞ്ഞേ? തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. കണ്ടോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസാരപ്പെട്ട കാര്യമല്ല. ദൈവ മക്കളുടെ സ്ഥാനത്തേക്ക് അഭിഷേകം നൽകി എന്നെയും നിന്നെയും ഉയർത്തിയിരിക്കുകയാണ്. ദൈവ മക്കളുടെ സ്ഥാനത്തേക്ക് എന്നെയും നിന്നെയും ഉയർത്തിയിരിക്കുകയാണ്. സോ ഇറ്റ് ഈസ് വാല്യുബിൾ. അഭിഷേകം കിട്ടിയ വ്യക്തി തൻ്റെ അഭിഷേകത്തെ മറന്നുപോയാൽ വൻ അപകടം. നമ്മൾ നേരത്തെ വായിച്ച ഒരാളാണ് സാംസൺ. സാംസൺ നിസ്സാരക്കാരനാണോ? പറ നിസ്സാരക്കാരനാണോ? അല്ല. അത്രമേൽ അഭിഷേകത്താൽ നിറയപ്പെട്ട പവർഫുൾ പേഴ്സൺ ആണ്.
നിങ്ങൾക്ക് അവൻ്റെ ശക്തിയെക്കുറിച്ച് അറിയണമെങ്കിൽ ന്യായാധിപന്മാരുടെ പുസ്തകം അതിൻ്റെ 15-ാം അധ്യായം 16-ാം വചനം ഒന്ന് വായിച്ച, ഒരു കുഞ്ഞു വചനം വായിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ സാംസനെ കുറിച്ച് മനസ്സിലാവും. ഒന്ന് വായിച്ചേ. എന്നിട്ട് അവൻ ഘോഷിച്ചു, കഴുതയുടെ താടിയെല്ലുകൊണ്ട് കഴുതയുടെ താടിയെല്ലുകൊണ്ട് ഞാൻ അവനെ കൂന കൂട്ടി. കണ്ടോ സാംസനെ കുറിച്ചുള്ള വചനഭാഗം. സാംസൺ അത്രമേൽ പവർഫുൾ ആണ്. ചത്ത കഴുതയുടെ താടിയെല്ലുകൊണ്ട് 10,000-ങ്ങളെ കൊന്നു കൊലവിളിച്ചവനാണ് ആര്? സാംസൺ. എന്ന പവറാന്നറിയൂ. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇത്രമേൽ ശാരീരിക ആരോഗ്യത്തോടെയുള്ള മറ്റൊരു വ്യക്തി അവതരിപ്പിച്ചിട്ടില്ല. അത്രമേൽ പവർഫുൾ ആയിട്ടുള്ള ആള് ആര്? സാംസൺ. പേര് പറഞ്ഞേ, സാംസൺ. സാംസനെ കുറിച്ച് ഏത് പുസ്തകത്തിലാണ് വായിക്കുന്നത്? ന്യായാധിപന്മാരുടെ പുസ്തകം, ബുക്ക് ഓഫ് ജഡ്ജസ്. അത്രമേൽ സൂപ്പർ അത്രമേൽ അതിമാനുഷിക ശക്തിയുള്ള ആളാണ് സാംസൺ. എന്നാൽ ഈ സാംസൺ അടുത്തൊരു വചനഭാഗത്തിൽ സാംസനെ കുറിച്ച് നിങ്ങൾ വായിക്കുമ്പോൾ സങ്കടം തോന്നുന്നൊരു കാര്യമുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 16 അതിൻ്റെ 21, ചാപ്റ്റർ 16 വേഴ്സ് 21, 16-21, 16-ാം അധ്യായം അതിൻ്റെ 21-ാം തിരുവചനം. ഈ സാംസന്റെ പതനം എങ്ങനെയായിരുന്നു എന്ന് തിരിച്ചറിയാൻ പോവും. വായിക്കാം. ഒച്ചത്തി വായിച്ച 16-ാം അധ്യായം 21-ാം വചനം. ഫിലിസ്തീയർ അവനെ പിടിച്ച് കണ്ണ് ചുഴന്നെടുത്ത് ഗാസായിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ഓട്ടുചങ്ങല കൊണ്ട് അവനെ ബന്ധിച്ച് കാരാഗ്രഹത്തിലാക്കി. എന്നിട്ട് ഒരു വചനം കൂടെ ഉണ്ട്, അത് വായിച്ചേ. മാവ് കുഴയ്ക്കുന്ന ജോലിയിൽ ഏർപ്പെടുത്തി. എങ്ങനെ നടന്ന സാംസണായിരുന്നു! എന്തായിരുന്നു പവർ! ചത്ത കഴുതയുടെ താടിയെല്ല് കൊണ്ട് 10,000-ങ്ങളെ കൊന്നവൻ ഇപ്പൊ എവിടെ ഇരിക്കുന്നു? അതായത് കണ്ണ് ചുഴന്നെടുക്കപ്പെട്ട് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് അടുക്കളയിൽ മാവ് കുഴയ്ക്കുന്ന ഒരു പണിയിൽ കൊണ്ട് ഒരു യന്ത്രമനുഷ്യരെ പോലെ ഇരുത്തിയിരിക്കുക. എങ്ങനെ പവർഫുള്ളായിരുന്നു! ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യം, നിന്റെ ജീവിതത്തിൽ അഭിഷേകം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ അഭിഷേകം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ തന്നെ ഒരു ഗുണമില്ലാതെയായി പോകും. നീ എത്ര വലിയ കുടുംബ പാരമ്പര്യമുള്ള ആളാണെങ്കിലും, എത്രത്തോളം സമ്പാദ്യം ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടായാലും, നീ വലിയ 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 കാര്യങ്ങൾ പറഞ്ഞാലും ഓർക്കണം, അഭിഷേകം നഷ്ടപ്പെട്ടാൽ നിന്നെ ഒന്നിനും കൊള്ളത്തില്ല. ഹല്ലേലൂയ. ചിലപ്പോൾ പറയത്തില്ല ചില ആളുകളെ കുറിച്ച്, നിന്നെ ചുക്കിനും ചുണ്ണാമ്പിനും പോലും കൊള്ളിയാലെന്ന് പറയും. എന്ന് പറഞ്ഞാൽ നിന്നെ ഒന്നിനും കൊള്ളിയാല. അഭിഷേകം ഉള്ള വ്യക്തി അഭിഷേകം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും കൊള്ളിയേല. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുക്ക്, അഭിഷേകം പോയാൽ നിന്നെ ഒന്നിനും കൊള്ളിയേല, ഒന്നിനും കൊള്ളിയേല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഒരു പക്ഷേ ഈ അഭിഷേകം ചോർന്നു പോയത് കൊണ്ടാണോ ഇന്ന് ഞാൻ ദുഃഖിക്കുന്നത്? ആണെങ്കിൽ അതിനെ തിരിച്ചു പിടിക്കാനാണ് ഈ വചന ശുശ്രൂഷ നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്നത്, ക്ഷണിക്കുന്നത്. നഷ്ടപ്പെട്ടു പോയ അഭിഷേകം നമുക്ക് തിരിച്ചു പിടിക്കണം. നമ്മൾ ഓർത്ത് നോക്കിക്കേ, ഈ സാംസന്റെ അഭിഷേകം നഷ്ടപ്പെട്ടു പോയത് ഒറ്റ ദിവസം കൊണ്ടാണോ? ആണോ? അല്ല, ഒറ്റ ദിവസം കൊണ്ടല്ലെന്ന്. സാംസണ് ദലീല എന്ന് പറയുന്ന ഒരു സ്ത്രീയോട് ഒരു സ്നേഹബന്ധം തുടങ്ങി. ആ ബന്ധം തുടങ്ങിയപ്പോൾ ദലീല എന്ന് പറയുന്ന സ്ത്രീ സാംസന്റെ അടുക്കൽ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, സാംസ, എന്താണ് നിന്റെ ശക്തിയുടെ രഹസ്യം? സാംസൺ പറഞ്ഞു, നിന്നോടത് പറയാൻ പാടില്ല, ഇത് വേറെ ലെവല്. ഇങ്ങനെയൊക്കെ പറഞ്ഞു നടന്ന്, എന്നാൽ ദിവസങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഈ സർവശക്തനായ ദൈവം തന്ന അഭിഷേകത്തെക്കാൾ വിലയുള്ളതായി ഏത് ബന്ധം മാറി? ദലീലയോടുള്ള ബന്ധം മാറി. ദൈവത്തോടുള്ള ബന്ധത്തെക്കാൾ വളരെ കൂടുതലായിട്ട് ദലീലയോടുള്ള ബന്ധം മാറിക്കഴിഞ്ഞപ്പോൾ സാവധാനം ഒറ്റയടിക്കല്ല, സാവധാനം ആ ബന്ധം, ദലീലയോടുള്ള ബന്ധം വളരെ പ്രധാനപ്പെട്ടതായി മാറിക്കഴിഞ്ഞപ്പോൾ അവൾ പറയുന്ന കാര്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞേ പറ്റൂ എന്നുള്ള ഗതികേടിൽ ഈ സാംസൺ എത്തിപ്പോയി. ആരോടുള്ള ബന്ധം പോയി? ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ടു. അത് അയാൾ അറിഞ്ഞില്ല.
അയാൾ സാവധാനം സാവധാനം സാവധാനം. നമ്മൾ ഓർത്തു നോക്കിയ ഒരു പാപപ്രവൃത്തി സംഭവിക്കുന്നത് ഒറ്റയടിക്കാണോ? അല്ല. ഇറ്റ് ഈസ് നോട്ട് എ സിംഗിൾ ആക്ട്, ഇറ്റ് ഈസ് എ പ്രോസസ്. അതേന്ന് ഒറ്റയടിക്കല്ല, ഇത് സാവധാനം സാവധാനം. ഒരാൾ മദ്യപാനിയാവുന്നത് ഒറ്റ ദിവസം കൊണ്ടാണോ? ആണോടാ? അല്ലെന്ന്. എന്നിട്ട് അവനെ നോക്കുന്നു, ഇങ്ങോട്ട് നോക്കും. ഇപ്പൊ അവനേതോ ചെയ്ത പോലെ ഒറ്റ ദിവസം കൊണ്ടല്ലെന്ന്. മറിച്ച് അയാൾ മദ്യപാനിയാവുന്നതിൻ്റെ പിന്നിൽ ഒരു പ്രോസസ് ഉണ്ടെന്ന്. ഞാനിത് പറയുന്ന ഏത് വിഷയവും നിങ്ങളെടുത്ത് പഠിച്ചോ, ഒറ്റയടിക്കല്ല സംഭവിക്കുന്നത്. ദർ ഇസ് എ പ്രോസസ് ഉണ്ടെന്ന്. ഇപ്പോൾ ഒരു പെണ്ണ് ഒരു ചെറുക്കനെ പ്രേമിച്ചു എന്ന് വിചാരിക്കും. നീയല്ല, ഒരുത്തൻ പ്രേമിച്ചു, എന്നിട്ട് ഇറങ്ങിപ്പോയി. ഒറ്റ ദിവസമാണ് ഇറങ്ങിപ്പോയത്. ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. എനിക്ക് അവനെ കെട്ടണം. എന്നാൽ ഓർക്കണം, അപ്പനും അമ്മയും കൂടെ കരയുമ്പോൾ അയ്യോ അവൾ ഇറങ്ങിപ്പോയി. ഒറ്റ ദിവസം കൊണ്ടാണോ ഇറങ്ങിപ്പോയത്? പല ദിവസങ്ങളായി, പല നാളുകളായി ഈ പെണ്ണും ആ ചെറുക്കനും തമ്മിലുള്ള സ്നേഹബന്ധം വർദ്ധിച്ചപ്പോൾ ആരോടുള്ള സ്നേഹം കുറഞ്ഞു? ദൈവത്തോടുള്ള സ്നേഹം പ്ലസ് അപ്പനോടും അമ്മയോടുള്ള സ്നേഹം കുറഞ്ഞു. അപ്പനോടും അമ്മയോടുള്ള സ്നേഹം കുറഞ്ഞെന്ന്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം സങ്കടത്തോടെ ഇരുന്നുകൊണ്ട് ഒരു അമ്മയുടെ കരച്ചില്. അമ്മ പറയാ, അച്ഛാ ഞാൻ വാരിക്കൊടുത്തെങ്കിലേ അവള് കഴിക്കുള്ളൂ. ഞാൻ വാരിക്കൊടുത്തെങ്കിലേ കഴിക്കുള്ളൂ. 19 വയസ്സായ അച്ഛാ, എങ്കിലും എന്നോട് എന്നാ സ്നേഹാന്ന് പറയും. ഞാൻ വാരിക്കൊടുത്തെങ്കിലേ കഴിക്കുള്ളൂ. അങ്ങനത്തെ അച്ഛ കഴിഞ്ഞ ദിവസം അവൻ്റെ കൂട്ടത്തിൽ പോയത്. അച്ഛാ ഞാൻ വാരിക്കൊടുത്തെങ്കിലേ അവള് കഴിക്കുള്ളൂ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അച്ഛാ, അങ്ങനത്തെ കൊച്ചാണ് അവൻ്റെ കൂട്ടത്തിൽ പോയത്. അച്ഛാ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുക. അവള് എനിക്കെതിരെ അച്ഛാ കേസ് കൊടുത്തിരിക്കുന്നത്. അമ്മ പീഡിപ്പിക്കുന്നു. കെട്ടുകഥയല്ല ഞാനീ പറയണത്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അമ്മയുടെ കണ്ണുനീരിന്റെ ഉത്തരമാണ് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ അമ്മ കരഞ്ഞോണ്ട് പറയുക, അച്ഛാ ഞാൻ വാരിക്കൊടുത്തെങ്കിലേ അവൾ കഴിക്കുള്ളൂ, അത്രയും. പക്ഷെ അവളാണ് അച്ഛാ എനിക്കെതിരെ കേസ് കൊടുത്തത്. പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുക. അച്ഛാ ഇത്ര ഞാൻ സ്നേഹിച്ചതല്ലേ? എൻ്റെ ചോദ്യം, ഈ അമ്മയുടെയും അപ്പൻ്റെയും സ്നേഹം ഒറ്റ ദിവസം കൊണ്ടാണോ ഇല്ലാതായത് അവൾക്ക്? അല്ലല്ലോ. മറ്റൊരുത്തനോട് സ്നേഹം തോന്നിയത് ആ നാളുകൾ, ദിവസങ്ങൾ, മാസങ്ങൾ എടുത്തിട്ടുണ്ടെന്ന്. ഒറ്റ ദിവസത്തെ ഡിസിഷൻ അല്ല. ഒരു സിംഗിൾ ആക്ട് ആയിട്ട് കണക്കാക്കരുത്. there is a process. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വീട്ടില് പോലീസുകാർ കയറി, ഒരു സ്പെഷ്യൽ സ്ക്വാഡ് പോലീസുകാർ കയറി ഒരു വീട്ടിൽ കയറി. ആ വീട്ടിലുള്ള ഒരുത്തന്റെ മുറി തുറന്നു. അവനവിടെ സ്ഥലത്തില്ല. അവന്റെ മുറി തുറന്ന് അവന്റെ കട്ടിലിനടിയിൽ നിന്ന് 3-4 പാക്കറ്റ് മയക്കുമരുന്ന്, ഡ്രഗ്സ് ഇത് പിടിച്ച് ആ മുറിയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ മകൻ സ്ഥലത്തില്ല. അപ്പനും അമ്മയും അവർ ചോദിക്കുന്നു, ഞങ്ങളുടെ മകന്റെ മുറിയിൽ ഡ്രഗ്സോ? ഞങ്ങളുടെ മകന്റെ മുറിയിൽ. പോലീസുകാരൻ ചോദിച്ചു, അമ്മയെ അറിഞ്ഞില്ലേ? അമ്മയുടെ മകൻ ഈ പ്രദേശത്തെ നല്ല ഒന്നാന്തരം മയക്കുമരുന്ന് വിൽപ്പനക്കാരനാണ്. അവൻ നാളുകളായി മയക്കുമരുന്ന് കഴിക്കുന്നുണ്ട്. അവനെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് കിട്ടിയ രഹസ്യ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് മനസ്സിലായി ഈ പ്രദേശത്ത് നല്ല ഒന്നാന്തരം മയക്കുമരുന്ന് കച്ചവടക്കാരനാണ് മകൻ. ഈ അമ്മ ചോദിക്കുന്നു, അയ്യോ അങ്ങനെയൊന്നും അല്ലല്ലോ. ഒറ്റ ദിവസം കൊണ്ടാണോ അവൻ മയക്കുമരുന്ന് കച്ചവടക്കാരനും മയക്കുമരുന്ന് കഴിക്കാൻ തുടങ്ങിയത്? ഒറ്റ ദിവസം കൊണ്ടാണോ? അല്ലെന്ന്. അപ്പനും അമ്മയും അറിഞ്ഞില്ലെന്ന്. ഈ സാംസനെ കുറിച്ചൊക്കെ വായിക്കുമ്പോഴത്തേക്ക് ബൈബിളിൽ എവിടെയോ എഴുതി വെച്ചിരിക്കുന്ന ഒരു കഥാപാത്രമായിട്ടൊന്നും കണക്കാക്കേണ്ട, മറിച്ച് ഇന്നും എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ നമുക്കെങ്ങനെ ഈ അഭിഷേകം ചോർന്നു പോകുന്നത്? ഒരു സിംഗിൾ ആക്ട് അല്ല, സാവധാനം. ഇപ്പൊ ഉദാഹരണത്തിന്, നിങ്ങൾ ചെരുപ്പില്ലാതെ നിങ്ങൾ നടക്കുന്നു. കാല് വേദനിക്കുവോ? വേദനിക്കും. ചെരുപ്പില്ലാതെ നടക്കാൻ ബുദ്ധിമുട്ട്, അത്രമേൽ കാലിൽ വേദനിക്കും. എന്നാൽ ഒരാഴ്ച നടന്നു, 2 ആഴ്ച നടന്ന്, 1 മാസം നടന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? നിന്റെ കാലിൽ ഒരു തഴമ്പ് രൂപപ്പെടും. പിന്നെ നടന്നാൽ ആദ്യത്തേതുപോലെയുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. ആദ്യം നമ്മൾ കാല് ചവിട്ടുമ്പോഴത്തേക്ക് വേദന. എന്നാൽ ഇപ്പോഴങ്ങനെയല്ല, ഒരു തഴമ്പ് രൂപപ്പെട്ടു. പാപത്തിൻ്റെ അങ്ങനെ ഒരു തഴമ്പ് നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ട് കഴിഞ്ഞാൽ ഓർത്തോണം, അപകടം.
ഈ കുട്ടികളുടെ ഇടയിൽ മൊബൈൽ ഫോണിൻ്റെ ദുരുപയോഗം വർദ്ധിച്ച്, പ്രത്യേകിച്ച് ബ്ലൂ വെയിൽ എന്ന് പറയുന്ന ഒരു ഗെയിം വളരെ അപകടകരമായ, മരണകരമായിട്ടുള്ള ഒരു ഗെയിമാണ്. അത് ഇന്ത്യയിലും പല സ്ഥലങ്ങളിലൊക്കെ നിരോധിച്ചു. പ്രത്യേകിച്ച് ഈ ഗെയിമിനെ കുറിച്ചൊക്കെ ഒരു സമയത്ത് ബ്ലൂ വെയിൽ, നീലത്തിമംഗല ഗെയിം എന്നൊക്കെ പറയാം, വളരെ അപകടകരമായിട്ടുള്ള ഗെയിം. ഈ ഗെയിമിൻ്റെ അവസാനത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂയിസൈഡ്, ആത്മഹത്യ. അങ്ങനെയാണ് ഈ ഗെയിമിനെ കുറിച്ച് പലരും ചിന്തിച്ചത്. നല്ല മിടുക്കരായിട്ടുള്ള ചില കുട്ടികളുടെയൊക്കെ ആത്മഹത്യയെക്കുറിച്ച് അന്വേഷിച്ചു വന്നപ്പോൾ അവരേതോ ഗെയിമിന് അടിമയായിരുന്നു. ആ ഗെയിമിൻ്റെ ഒരു അവസാനത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഒറ്റയടിക്കല്ല, ലെയറുകളാണ്. 1, 2, 3 ഓരോ ഗെയിമിൻ്റെയും ഇങ്ങനെ ലെയറുകൾ കംപ്ലീറ്റ് ചെയ്ത് അവസാനം എത്തുന്ന സ്റ്റേജാണ് ആത്മഹത്യ. എറണാകുളം നഗരത്തിൽ 9ാം നിലയുടെ മോളിൽ നിന്ന് ഒരു +2 പഠിക്കുന്ന ചെറുക്കൻ, പള്ളിയിലൊക്കെ പോകുന്ന ചെറുക്കനാ, മോളിൽ നിന്ന് താഴത്തോട്ട് ചാടി വന്നടിച്ചു വീണത് താഴത്തുള്ള സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിലാണ്. ചെതറിത്തെറിച്ചു. എല്ലാവരും സങ്കടപ്പെട്ടു. എങ്ങനെ നല്ല മിടുക്കൻ ചെറുക്കൻ. അവൻ്റെ അനുജനെ കുറിച്ച് അവൻ്റെ അനുജനോട് സംസാരിച്ചു വന്നപ്പോഴാണ് അനുജൻ പറഞ്ഞത്, ചേട്ടന് ഒരു മൊബൈൽ ഗെയിം അഡിക്ഷൻ ഉണ്ടായിരുന്നു. ആ അഡിക്ഷൻ്റെ സ്റ്റേജുകൾ ഓരോന്ന് രീതികൾ വ്യത്യാസം. ആദ്യമൊക്കെ വളരെ ക്യൂരിയോസിറ്റി, വളരെ രസകരമാണ്. ചിലതിനൊക്കെ ഇച്ചിരി പൈസയൊക്കെ ഇങ്ങോട്ട് കിട്ടും. അതിൻ്റെ ഒരു സ്റ്റേജിലുള്ളതാണ് ഈ ശരീരത്തിൽ ഇങ്ങനെ ഈ ശരീരം കീറി രക്തം വരിക്കുക, എന്നിട്ട് അതിൻ്റെ പോസ്റ്റ് എടുത്ത് ആ ഗെയിമുകൾക്ക് അയച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോ ഇതിനെ നിയന്ത്രിക്കാൻ തുടങ്ങും. മറ്റൊന്നാണ് നെയ്ക്കഡായിട്ടുള്ള, വിവസ്ത്രനായും ചിത്രമെടുത്ത് അയച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാവധാനം നമ്മളെ ഈ ഗെയിം നടത്തുന്നയാൾ നിയന്ത്രിക്കാൻ തുടങ്ങും. ഈ കുട്ടിയോ വ്യക്തിയോ അറിയുന്നില്ല. സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യം, ആ നിയന്ത്രിക്കുന്ന വ്യക്തി പറയുന്ന കാര്യം അനുസരിച്ച് പോകും. 9ാം നിലയിൽ നിന്നല്ല, എവിടുന്ന് വേണമെങ്കിലും ചാടാൻ തയ്യാറാകും. കാരണം അടിമയാകും. പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമ. അതാണ് അടിമ. അടിമയ്ക്ക് സ്വാതന്ത്ര്യമുണ്ടോ? ഇല്ല. ഈ ചൂണ്ടയിൽ കൊളുത്തപ്പെട്ട മീൻ്റെ അവസ്ഥയാണ്. ചൂണ്ടക്കാരൻ പിടിച്ച് അങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ വടക്കോട്ട് പോകും, തെക്കോട്ട് പിടിച്ചാൽ തെക്കോട്ട് പോകും, ചട്ടിക്കകത്തോട്ടിട്ട് കഴിഞ്ഞാൽ അവിടെ കിടക്കും. അത്രയേ ഉള്ളൂ. പെട്ടു. നമ്മൾ ഓർക്കേണ്ട കാര്യം, ഇത് ഞാൻ പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോ കുടുംബവും, ഓരോ വ്യക്തിയും സ്വയം ചിന്തിക്കണം. എൻ്റെ കുടുംബത്തിലും എൻ്റെ ജീവിതത്തിലും അഭിഷേകം നഷ്ടപ്പെടുന്ന തരത്തിലുള്ള ചിന്തകളും ആലോചനകളും പ്രവൃത്തികളും ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും സാരമില്ലല്ലോ. സാരമുണ്ടെന്ന്. ഈ മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നീ ഓർക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട സമയം. പ്രത്യേകിച്ച് ഇത് ഞാൻ പറയുമ്പോഴത്തേക്ക് കുടുംബ പ്രാർത്ഥനാ സമയത്ത് മൊബൈലും കുത്തിക്കൊണ്ടിരിക്കുന്നവരുണ്ടല്ലോ, വളരെ സൂക്ഷിക്കണം. വളരെ അപകടം പിടിച്ചൊരു കാര്യമാണ്. മൊബൈൽ ഉപയോഗിക്കാൻ എനിക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. എന്നിട്ടും ആകപ്പാടെ വീട്ടിലെ കുടുംബ പ്രാർത്ഥനാ സമയം ഒരു 25 മിനിറ്റൊക്കെയല്ല നീ മാറ്റിവെക്കുന്ന. ആ സമയത്ത് പോലും ഈ മൊബൈലിൽ തന്നെ കുത്തിക്കൊണ്ട് ചാറ്റ് ചെയ്തുകൊണ്ട് മെസ്സേജ് ചെയ്തുകൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ ഈ അതും കണ്ടുകൊണ്ടിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചേ, നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം. ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെടുന്നതിന് മുമ്പ് നമ്മൾ ഓർക്കണം, ഈ ലോകത്തോട് ചില കാര്യങ്ങൾ നീ അറ്റാച്ച്ഡായി, നീ ഗതികേടിലായി. സാംസണ് ഈ ദലീലയുടെ മുമ്പിൽ ഉത്തരം പറഞ്ഞ് പറ്റൂ എന്നുള്ള ഗതികേടിലെത്തപ്പെട്ടു. ശക്തിയുടെ രഹസ്യം ചോർത്തിക്കൊടുത്തത് അവിടുന്ന്. അപ്പോൾ നമ്മൾ വരുത്തി വെക്കുന്നതാണ്, നമ്മൾ സൂക്ഷിക്കണം. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയ. നിന്റെ അഭിഷേകത്തെ നീ വിലയുള്ളതായി കണക്കാക്കണം. ചപ്പ് ചവറ് പോലെ അവിടെ ഇവിടെ ഇട്ട് കളഞ്ഞേക്കരുത്. കാരണം അത്രമേൽ പ്രധാനപ്പെട്ടതാണ് ദൈവമകനും ദൈവമങ്ങൾക്കും കിട്ടിയിരിക്കുന്ന അഭിഷേകം. അത് നിന്റെ നെറ്റിയിൽ മുദ്രത ആക്കപ്പെട്ടിരിക്കുന്നു. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുത്തേ, വിലയുള്ളതായി കണക്കാക്കണം. അഭിഷേകത്തെ വിലയുള്ളതായി കണക്കാക്കണം. സ്വർദിപ്ര ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ.